നമ്മൾ കാണാൻ പോകുന്നത് ബൈബിളിൽ യേശു പറഞ്ഞ ഒരു മഹത്തായ ഉപമയാണ് 10 കന്യകമാരുടെ ഉപമ. ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും നമ്മൾ തയ്യാറെടുക്കാറുണ്ട്. എന്നാൽ ദൈവത്തിനായി നമ്മൾ എത്രത്തോളം തയ്യാറാണ്? ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവിന്റെ വരവിനെ കുറിച്ച് എല്ലായ്പ്പോഴും ജാഗ്രതയോടെയും വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും തയ്യാറായിരിക്കണമെന്നാണ്. എപ്പോൾ ആ ദിവസം വരും ആരും അറിയുന്നില്ല. അതിനാൽ നമുക്ക് താമസിയാതെ ഒരുങ്ങിയവരായി ജ്ഞാനികളായി ജീവിക്കാം. ഇനി നമുക്ക് ഈ സുന്ദരമായ സന്ദേശം നാടകരൂപത്തിൽ കാണാം. 10 കന്യകമാർ. ശ്രദ്ധിക്കൂ, സ്വർഗരാജ്യം ഇങ്ങനെയാണ്. വിവാഹത്തിനായി തയ്യാറായി കാത്തു നിൽക്കുന്ന 10 കന്യകമാരുണ്ടായിരുന്നു. അവർ വിളക്കെടുത്തു വരനെ എതിരേൽപ്പാൻ പുറപ്പെട്ടു. അല്ലയോ സഹോദരിമാരെ, പ്രാർത്ഥനയാലും ഉപവാസത്താലും നാം ദൈവത്തോട് രാപ്പകൽ ധ്യാനിക്കേണ്ടത് അനിവാര്യമാണ്. ആകയാൽ നാം എപ്പോഴും മണവാളന് വേണ്ടി കാത്തിരിക്കണം. എപ്പോഴും ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ട് തന്നെയാണ് നാം ഇരിക്കുന്നത്. ഈ അസുലഭ മുഹൂർത്തത്തിലും അത് വേണോ? നമുക്ക് കുറച്ചു സമയം വിശ്രമിക്കാം. അല്ല സഹോദരി, ഏത് സമയത്തിലും നാം ഒരുക്കമുള്ളവരായിരിക്കണമല്ലോ. അതിനാൽ മടുപ്പ് കാണിക്കരുതേ. അതെ, ഇല്ലെന്ന് പറഞ്ഞില്ല. പക്ഷേ നാം കുറച്ചു മുമ്പ് പ്രാർത്ഥിച്ചതല്ലേ ഉള്ളൂ. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നിലയ്ക്കാത്ത നാഴികയിൽ നമ്മുടെ മണവാളൻ വരും. ആയതിനാൽ ഒരുക്കത്തിനും മണവാളന്റെ നാഴികയുടെ സമയം അറിയാത്തതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാ പിന്നെ ആകട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാ പിന്നെ ഒരു പാട്ട് പാടി ആദരിച്ചു പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും മീതെ അധിവസിക്കുന്ന ഞങ്ങളുടെ നായകനായ മണവാളനെ, അങ്ങയുടെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്ക് ഏവർക്കും ആയിരുന്നുകൊണ്ട് അങ്ങയെ ധ്യാനിപ്പാനും ആരാധിപ്പാനും സ്തുതിപ്പാനും കൃപ നൽകിയതിനാൽ സ്തോത്രം. നല്ല നായകനെ, അങ്ങയെ അധിക പ്രത്യാശയോടെ ധ്യാനിപ്പാനും സ്തുതിപ്പാനും അങ്ങയെ വാഞ്ചിച്ച് മോഹിച്ചു പോകുവാൻ അനുഗ്രഹം തന്നതിനായി സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്
പോലെ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി അങ്ങയുടെ വരവിനായി പ്രത്യാശയുടെ ആയിരിക്കുന്നു. ഞങ്ങളെ ഏവരെയും കൈക്കൊള്ളണമേ. ഇതിൽ ആരും കൈവിടപ്പെട്ടു പോകാതെ വണ്ണം ഏവരെയും പ്രത്യാശയുടെ ആയിരിക്കാൻ സഹായിക്കണമേ. നാളുകളായി ഞങ്ങൾ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നത് പോലെ അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തെന്ന് ഞങ്ങൾ അറിയുന്നു. അതിനാൽ ഞങ്ങളെ വീണ്ടും അധികമായി ഒരുക്കണമേ. ഈ പ്രാർത്ഥന ഞങ്ങളുടെ ദൈവസന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും സ്തുതിപ്പാനും എന്നതേക്കും അങ്ങ് ഒരുക്കുന്നതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന ശ്രദ്ധിച്ച് കേട്ടതിനായി സ്തോത്രം. ഉറക്കവും വരുന്നുണ്ട്. ഏത് സമയവും പ്രാർത്ഥനയും ആരാധനയും തന്നെ. എന്തേ ഉറങ്ങണ്ടേ? എപ്പോഴും ആരാധിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നുണ്ടോ? അയ്യേ, ഇതെന്തൊരു കൂത്ത്! അല്ലയോ സഹോദരി, അങ്ങനെ പറയരുതേ. ആരാധന ജീവിതത്തിൽ മടുത്തു പോകരുതേ. ഉത്സവത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായിരിക്കും എന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ആയിക്കോട്ടെ, ഇപ്പോൾ ഇത്രയും സമയമായില്ലേ, നമുക്കിനി കുറച്ച് സമയം ഉറങ്ങാം. അയ്യോ, വിളക്കെടുത്ത് എണ്ണ എടുത്തില്ലല്ലോ. വിളക്ക് തെളിയുന്നുമില്ലല്ലോ. എന്താ ചെയ്യാ? നീയല്ലേ എടുക്കാൻ പറഞ്ഞത്? ഞാൻ എടുക്കുന്നത് പ്രത്യേകം പറഞ്ഞതാണ്. അല്ലേ, ഇത് കൊള്ളാം. അവരവർക്ക് വേണ്ടത് എടുക്കേണ്ടത് എന്തേ? ആഹാ, കൊള്ളാലോ. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. വിളക്ക് എണ്ണ എടുക്കാത്തത് വിളക്ക് മാത്രം എടുത്തോണ്ട് വന്നാൽ മതിയോ? വിളക്കെടുക്കാൻ എല്ലാവർക്കും ഓർമ്മയുണ്ടായിരുന്നു. എണ്ണ എടുത്തില്ലേ? എണ്ണ എടുക്കാത്തത് കുറ്റമല്ല, പറഞ്ഞതാണ് കുറ്റം അല്ലേ? എണ്ണ എടുക്കാത്തത് പോലെ ഒരു ഡയലോഗ് അടിച്ചോണ്ടിരിക്കുന്നു. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനാണെങ്കിൽ ഉണ്ട്. എണ്ണ എടുക്കായിരുന്നു നിങ്ങൾക്ക്. വിളക്ക് കത്തിക്കണമെങ്കിൽ എണ്ണ വേണമെന്ന് ആർക്കറിഞ്ഞോ? അങ്ങനെ വഴക്ക് കൂടിയിട്ട് കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി പരിപ്പും പറഞ്ഞിട്ട് അതിനെ നേരം കാണും. എന്നാലും എണ്ണ എടുക്കുന്ന കാര്യമില്ല. ഇത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവരായി പോയാലും നിങ്ങൾ ഏവരും. ഞാൻ ഇങ്ങനെ കൊണ്ട് നിങ്ങളെ കരുതുന്നത് വിളക്കെടുത്ത ഓർമ്മയുടെ ഞാൻ പറഞ്ഞ എണ്ണ എടുക്കാൻ പ്രത്യേകിച്ച് പറഞ്ഞില്ലേ? പറയാൻ മാത്രമേ അറിയാവൂ, എടുക്കാൻ വേണ്ടിയില്ല. വിളക്കെടുക്കാത്തതാണ്. വിളക്കൂടെ എടുക്കാൻ നിന്നില്ലെങ്കിലോ എങ്ങനെയായിരിക്കും? വിളക്കെങ്കിലും എടുത്തല്ലോ, അത് മതി. എണ്ണ ഇല്ലാതെ വിളക്കെന്തിനാ? എന്നാലും ഇരിക്കട്ടെ, വിളക്കെടുത്തല്ലോ. നമുക്ക് അതിന് കാണിച്ചു നമുക്ക് പറയാലോ വിളക്കെടുത്തത്. ഇനി പാടി കൊണ്ടിട്ട് കാര്യമൊന്നുമില്ല. എന്നാലും വിളക്കെടുക്കാത്തതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? എണ്ണ ഇല്ലെങ്കിൽ വിളക്കെടുക്കാൻ കാര്യമില്ല. നമുക്ക് നോക്കാം. നിങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ട് കാര്യമില്ല. എണ്ണ സംഘടിപ്പിക്കാൻ നോക്കാം. അല്ലയോ സഹോദരി, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയ്ക്ക് കുറെ ഞങ്ങൾക്ക് തരുവേ. ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് പരാതിയെടുക്കാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളി.
അല്ലയോ കന്യകമാരെ, നാളും നാഴികയും നിങ്ങൾ അറിയാതെ പോയി. നിങ്ങൾ ജീവിതത്തിൽ വരുത്തിയ വീഴ്ചകൾ വലുതായിരുന്നു. ആരാധനയാകട്ടെ, പ്രാർത്ഥനയാകട്ടെ, ജീവിതത്തിലെ ക്രമീകരണമാകട്ടെ, ഇതിലൊക്കെയും നിങ്ങൾ മടുപ്പ് കാണിച്ചു. ജീവനായകനെ മറന്നുകൊണ്ട് ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ടുവല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. ആകയാൽ ഞങ്ങളുടെ